ധാരാളം നാം നിർവഹിക്കുന്ന അമലുകൾക്കുള്ള പ്രതിഫലങ്ങൾ വർദ്ധിപ്പിച്ചു തരാമെന്ന് അള്ളാഹു നമ്മോട് വാഗ്ദാനം ചെയ്യുകയും പാപങ്ങൾ പുറത്തു തരാം, നരകത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രികളിലും ധാരാളം അവൻ്റെ അടിമകളെ മോചിതരായി പ്രഖ്യാപിക്കും. ഇങ്ങനത്തെ പ്രത്യേകമായ അവസരങ്ങളും അനുഗ്രഹങ്ങളും നൽകിയ മഹത്തായ മാസത്തിൽ ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ സംവിധാനിച്ചത്, ആ ലക്ഷ്യം കൃത്യമായി പൂർത്തീകരിച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ ആദരവിനും പ്രതിഫലത്തിനും അർഹത നേടിയെടുക്കാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ഈ സദസ്സിൽ വെച്ച് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ ബിൻ അബ്ദുല്ലാ അസ്സാദി എന്ന് പറയുന്ന സൗദി അറേബ്യയിലുണ്ടായിരുന്ന നമുക്കെല്ലാവർക്കും സുപരിചിതനായ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ അടക്കമുള്ള ജീവിച്ചിരിക്കുന്നതും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട് വലിയ വലിയ പണ്ഡിതന്മാരുടെ ഷെയ്ഖും അധ്യാപകനുമൊക്കെ ആയിരുന്ന, ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അവസരം അത് വളരെ ഭംഗിയായി നിർവഹിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു നാസിറു സാദി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് സുപരിചിതമായൊരു തഫ്സീറുണ്ട്. ഇങ്ങനത്തെ പല ഗ്രന്ഥങ്ങളും ഉപകാരപ്രദമായ ഗ്രന്ഥങ്ങളുണ്ട്. ഒരുപാട് ശിഷ്യ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിന് വളരെ ഭംഗിയായി ദഅവത്ത് നടത്തിയ സൗദി അറേബ്യയിലുണ്ടായിരുന്നൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ബഹ്ജത്തു ഖുലൂബിൽ അബ്റാരി വ ഖുറത്തു ഉയൂനിൽ അഖിയാർ എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 99ഓളം വരുന്ന ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണിത്. ഇതിൽ ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ടതുണ്ട്. അതേപോലെ തന്നെ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ആത്മശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിം സ്വീകരിക്കേണ്ടുന്ന അദബുകൾ, മര്യാദകൾ, സ്വഭാവങ്ങൾ, അതിനെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. ധാരാളം ഉപകാരപ്രദമായ അറിവുകൾ കൊണ്ട് നിറക്കപ്പെട്ടൊരു ഗ്രന്ഥമാണ്. ആ കിതാബിലുള്ള ഹദീസുകളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹം ഇതിന് ഒരു മുഖവുര നൽകിയിട്ടുണ്ട്, ഒരു മുഖവുര കൊടുത്തിട്ടുണ്ട്. അത് ചെറിയ നിലക്കൊന്ന് പറഞ്ഞതിൻ്റെ ശേഷം ഹദീസുകളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ് ഇൻഷാ അള്ളാഹ്. ഹംദും സ്വലാത്തുമൊക്കെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നത് ഫലൈസ ബഅദ കലാമില്ലാഹി അസ്ദഖു വലാ അൻഫ. പരിശുദ്ധമായ ഖുർആനിൻ്റെ ശേഷം ഏറ്റവും സത്യസന്ധമായ മനുഷ്യർക്ക്, സൃഷ്ടികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ വലാ അജ്മഅ ലി ഖൈരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തുമുള്ള ആളുകളുടെ നന്മ മുഴുവനും ഉൾക്കൊണ്ട ഒന്നും തന്നെയില്ല മിൻ കലാമി റസൂലിഹി വ ഖലീലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകളെക്കാൾ അള്ളാഹുവിൻ്റെ ഖലീലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കഴിച്ച് അതല്ലാതെ ആളുകൾക്ക് ദീനിലും ദുനിയാവിലും ഉപകാരപ്രദമായ അവരുടെ സകലമാന വിജയത്തിനും ആവശ്യമായ അത്യാവശ്യമായ മറ്റൊന്നും തന്നെയില്ല ഖുർആൻ കഴിച്ചാൽ. ഇത് ഹുവ അഅലമുൽ ഖൽഖി, കാരണം സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവുള്ള ആൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. വ അഅളമുഹും നുസ്ഹൻ വ ഇർഷാദൻ വ ഹിദായ, സന്മാർഗത്തിൻ്റെ വിഷയത്തിൽ, വിവേകതയുടെയും പക്വതയുടെയും വിഷയത്തിൽ, ആളുകൾക്ക് ഗുണകാംക്ഷ നൽകുന്ന വിഷയത്തിൽ ഏറ്റവും ഉന്നതരായ നിലവാരത്തിൽ, പദവിയിലാണ് അള്ളാഹുവിൻ്റെ റസൂലുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഉത്തരവാദിത്തം, കാര്യങ്ങൾ, ദീന് അത് വളരെ വ്യക്തമായി, വിശദമായി, കൃത്യമായി ആളുകൾക്ക് അത് എത്തിച്ചു കൊടുത്ത ആളാണ് അള്ളാഹുവിൻ്റെ റസൂൽ. ഏറ്റവും നിലക്ക് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആളും ഒരു അധ്യാപകനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ വാക്കുകളിൽ കൂടെ വിപുലമായ ആശയങ്ങൾ ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ള പ്രത്യേകത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത് ക്രോഡീകരിച്ച് രചിക്കാനുണ്ടായ കാരണം എന്നുള്ള നിലക്ക്. ഒന്നാമത് രീതിയിൽ ഷെയ്ഖ് റഹിമഹുല്ല പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ളക്ക് റിപ്പോർട്ട് ചെയ്ത സഹീഹായ മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്ന ഹദീസാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു ഒരിക്കൽ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, നിശ്ചയം പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കൽ
അത് ശരിയാവല്, അതിന് പ്രതിഫലങ്ങൾ ലഭിക്കൽ നിയ്യത്തുകൾക്കനുസരിച്ചാണ്. എന്താണ് ഇവൻ്റെ ഉദ്ദേശം, ഈ അമല് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് എന്താണ്, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സ്വീകാര്യതയും സ്വീകരിക്കാതിരിക്കലും, അത് നന്നാവലും നന്നാവാതിരിക്കലും, അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് അംഗീകാരവും പ്രതിഫലവും ലഭിക്കലും ലഭിക്കാതിരിക്കലും. എന്താണ് അവൻ്റെ ഉദ്ദേശം, ഈ കാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് അവനതിന് പ്രേരിപ്പിച്ചത്? ഇന്നമൽ അമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ. അപ്പോൾ ഏത് കാര്യങ്ങൾ ഒരാൾ ചെയ്യുകയാണെങ്കിലും അവന് ഉദ്ദേശം നിയ്യത്ത് വേണം. നിയ്യത്ത് ചില ആളുകൾ ഉസല്ലി ഫർള ളുഹരി നവൈതു സൗമ പോലത്തെ നാവ് കൊണ്ട് അതിന് പറയാനേ പാടില്ല. നിയ്യത്ത് എന്ന് പറയുന്ന നാവിൽ ഒരു പ്രസക്തിയില്ല. നാവ് കൊണ്ട് പറയൽ ബിദ്അത്താണ്. മനസ്സിലുണ്ടാകുന്ന ആ കരുതലിനാണ് നിയ്യത്ത് എന്ന് പറയും. നാം ഏത് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നതാണ്. ഞാൻ ഇവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ എന്താണ് ഉദ്ദേശം എന്നുള്ള ആ ചിന്ത, ആ നിയ്യത്തുണ്ടാകും സ്വാഭാവികം. നാം വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എങ്ങോട്ടാണ്, മാർക്കറ്റിലേക്കാണോ പള്ളിയിലേക്കാണോ, ആ ഒരു ചിന്ത മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. ഇന്നമൽ അമാലു ബിന്നിയാത്ത്. അപ്പം നമ്മൾ ഏതാണ് കാര്യം എന്ന് അതിനെ കരുതണം. ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്, ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെയ്യുന്നു, അമലിനെ നമ്മൾ കരുതണം, അതുണ്ടാവണം. മഅമൂലു ലഹു, ആർക്ക് വേണ്ടിയാണ്, ഏത് ലക്ഷ്യത്തിലാണ് ഇത് നിർവഹിക്കുന്നു എന്നുള്ളതും മനസ്സിൽ വേണം. ശേഷം വിശദീകരണങ്ങൾ വരുന്നുണ്ട്. വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ, നിശ്ചയം ഓരോ ആളുകൾക്കും അവൻ എന്താണ് കരുതിയത് അതനുസരിച്ചായിരിക്കും അതിൻ്റെ പിന്നിൽ അവന് വരുന്ന പ്രതിഫലങ്ങൾ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും, അള്ളാഹു സ്വീകരിക്കുന്നതാണെങ്കിലും തള്ളുന്നതാണെങ്കിലും ഒക്കെ. ഫമൻ കാനത്ത്, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്തായ ഒരു അമല്, ഒരു ഇബാദത്ത് ഉദാഹരണത്തോടു കൂടെ നമുക്ക് കാര്യം കുറച്ചുകൂടി വിശദീകരിച്ചു തരികയാണ്. ഫമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലിഹി, ഒരാൾ അവൻ്റെ നാടും വീടും കുടുംബവും ഒക്കെ ഒഴിവാക്കി, ഹിജ്റ അറിയപ്പെട്ടതാണ് നാട്ടിൽ നിന്ന്. ഹിജ്റ എന്ന് പറയുന്നത് അറിയപ്പെട്ടത് മുസ്ലിം രാജ്യത്തേക്ക്, താൻ ജീവിക്കുന്ന രാജ്യത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിആറുകൾ, ചിഹ്നങ്ങൾ അതനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് കഴിയാതെ വരുമ്പോൾ അതിന് സുരക്ഷിതമായ മുസ്ലിം രാജ്യത്തിലേക്കോ അതല്ലെങ്കിൽ അതിന് പറ്റുന്ന മറ്റുള്ള രാജ്യങ്ങളിലേക്കോ പോകുന്നതാണ് ഹിജ്റ. മുസ്ലിം രാജ്യത്തേക്ക് പോകാൻ കഴിയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. ആദ്യ കാലഘട്ടത്തിൽ, പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഹിജ്റ മക്കയിലോ മറ്റുള്ള പ്രദേശങ്ങളിലോ ജീവിക്കുന്ന ആളുകൾ അവിടെ വെച്ച് ഇസ്ലാമിൻ്റെ ഈ ചിഹ്നങ്ങളും ഇബാദത്തുകളും ഷിആറുകളും അതുമായി ജീവിക്കാൻ ഒരാൾക്ക് കഴിയാതെ വരുമ്പോൾ മദീനയിലേക്ക് ഹിജ്റ പോകണം എന്നുള്ള നിയമമായിരുന്നു ആദ്യമുണ്ടായിരുന്നത്. അങ്ങനെ ആ ഹിജ്റ പോകുന്ന സമയത്ത് ഒരാളെ ഉദ്ദേശം ഇലല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുത്ത് നിന്ന് ദീന് പഠിച്ച പ്രവാചകന്റെ കൂടെ ദീനിന് സഹായിയായിക്കൊണ്ട് പോകണം എന്ന ഉദ്ദേശമാണെങ്കിൽ ഫഹിജ്റത്തുഹു ഇലല്ലാഹി വ റസൂലി, മഹത്തായ അമലാണ്, ഇബാദത്താണ്, അതിനർഹിക്കുന്ന പ്രതിഫലമുണ്ട്, അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ്, ആദരവുള്ളതാണ്, അത് അള്ളാഹു സ്വീകരിക്കുന്നതാണ്, അതിനുള്ള മഹത്തായ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഇനി അതേ പണി തന്നെ ഒരാൾ പ്രത്യക്ഷത്തിൽ ചെയ്യുന്നത് സ്വന്തം നാട്ടിൽ നിന്ന് നാടും വീടും കുടുംബം ഒഴിവാക്കി പോകുന്നതാണ്. വമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലാ ദുനിയാ യുസീബുഹാ, അവന്റെ ഉദ്ദേശം ദുന്യാവ് എന്തെങ്കിലും നേടണം എന്നുള്ളതാണ്. ദുന്യാവ് എന്തെങ്കിലും നേടണം. അവിമ്രഅത്തിൻ യൻകിഹുഹാ, അതല്ലെങ്കിൽ അവന് ഏതെങ്കിലും ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം. അവന് ഇഷ്ടപ്പെട്ട പെണ്ണൊരു പക്ഷേ ഈ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ ആ നാട്ടിൽ പോയാൽ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ കിട്ടും, ആ ഉദ്ദേശത്തിലായി അതാണെങ്കിലും ഫഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവൻ്റെ ആ ഹിജ്റ അവൻ എന്താ ഉദ്ദേശിച്ചതു അതാണ്. അത് പറയത്തകൾക്ക് പറയാനോ അതിന് ആദരവും പ്രാധാന്യം കൊടുക്കാനോ ഒന്നുമില്ല താനും. അപ്പം ഇത്ര വലിയ മഹത്തായ ഇബാദത്ത് ജനങ്ങളുടെ കാഴ്ചയിൽ രണ്ടും ഒന്നാണ്, രൂപം ഒന്നാണ്, ചെയ്യുന്നതൊന്നാണ്. പക്ഷെ നിയ്യത്തിനനുസരിച്ച് അതിൻ്റെ ആദരവും അതിന് ലഭിക്കുന്ന പ്രതിഫലവും അതിൻ്റെ പരിഗണനയും വ്യത്യാസപ്പെട്ടു. ഒന്നാമത്തെ ഹദീസ് ഇതാണ്. രണ്ടാമത്തെ ഹദീസ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് ഖാലത്ത്, അതും തന്നെ ഇമാം ബുഖാരി ഇമാം മുസ്ലിം റഹിമഹുമുള്ള റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു, നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ അതിലില്ലാത്ത, പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരാൾ പുതിയതായിട്ട് കൊണ്ടുവന്നാൽ, ചെയ്യുന്ന പ്രവർത്തനങ്ങളോ വിശ്വാസോ വാക്കുകളോ ഏതാണെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് തെളിവില്ലാതെ
പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം നല്ലതാണ്, ദീനാണ് എന്ന് പറഞ്ഞ് ആര് അത് കൊണ്ടുവന്നാലും, മറ്റ് വേറൊരു വാക്കിൽ വമൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞു ഒരാൾ ചെയ്താൽ, നല്ലതാണ്, ദീനാണ്, സൽക്കർമ്മമാണ്, പ്രതിഫലം കിട്ടും എന്ന് കരുതി ഒരാൾ ചെയ്തു, പക്ഷേ പ്രവാചകനിൽ യാതൊരു തെളിവും രേഖയും അതിന് വന്നിട്ടില്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നതാണ്. ആ വ്യക്തിയെയും അവൻ്റെ പ്രവർത്തനത്തെയും അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇതാണ് രണ്ടാമത്തെ ഹദീസ്. ഈ രണ്ട് ഹദീസും പറഞ്ഞതിൻ്റെ ശേഷം അല്ലാമ നാസിർ സാദി റഹിമഹുല്ല പറയുന്നത് ഹാദാനിൽ ഹദീസാനി അൽ അളീമാൻ, മഹത്തായ ഈ രണ്ട് ഹദീസും ഫീഹിമ അദ്ദീനു കുല്ലുഹു, നാം അനുഷ്ഠിക്കുന്ന നമ്മുടെ ദീന് മുഴുവനും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നാം ഇബാദത്തുകളായി സൽക്കർമ്മങ്ങളായി ചെയ്യുന്നത് മുഴുവനും ഈ പറയുന്ന രണ്ട് ഹദീസിൽ ഉൾക്കൊള്ളിട്ടുണ്ട്. ഉസൂലുഹു വഫുറൂഉ, വിശ്വാസപരമായ കാര്യങ്ങളും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ശാഖാപരമായ കാര്യങ്ങളാണെങ്കിലും നിർബന്ധമായതാണെങ്കിലും സുന്നത്താണെങ്കിലും അത് മുഴുവനും ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ലാഹിറുഹു വബാത്തിനു, നമ്മളെ ഉള്ളിലുള്ളതും ഹൃദയം കൊണ്ട് ചെയ്യുന്നതും അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളും. ഫഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ആദ്യം പറഞ്ഞ ഹദീസ് മീസാനുൽ ലിൽ അമാലിൽ ബാത്തിന, നാം ചെയ്യുന്ന നമ്മുടെ സൽക്കർമ്മങ്ങൾ അതിൻ്റെ അതിൻ്റെ ആന്തരികമായ ഹൃദയത്തിൽ ആ പറയുന്ന അമലുകളെ തൂക്കി നോക്കാനുള്ള ഹദീസാണ് ആദ്യം പറഞ്ഞത്. ഈ വ്യക്തി ഇത് ചെയ്യുമ്പോൾ അവൻ്റെ ലക്ഷ്യം എന്താണ് അതിൻ്റെ പിന്നിലുള്ള അവൻ്റെ പ്രേരണ എന്താണ്? സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിലൂടെ ഹിജറ പറഞ്ഞു, ജമാഅത്തായിട്ടുള്ള നിസ്കാരോ, ഇൽമു പഠിക്കലോ, അത് പഠിപ്പിക്കലോ, ദഅവത്ത് നടത്തലോ, ദാനധർമ്മം ചെയ്യലോ, ഏത് കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും അവൻ്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശമുള്ളത് അതനുസരിച്ചായിരിക്കും ആ പ്രവർത്തനം അള്ളാഹു പരിഗണിക്കുന്നതും സ്വീകരിക്കുന്നതും അത് നന്നാവുന്നതും പ്രതിഫലം ലഭിക്കുന്നു. അവൻ്റെ മനസ്സിൽ നല്ല നിയ്യത്താണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ അതിന് ആദരവും അംഗീകാരവും പരിഗണനയും ഉണ്ടാകും. നേരെ മറിച്ച് ആളുകളുടെ കാഴ്ചയിൽ ചെയ്യുന്നത് രണ്ടാളും ഒരുപോലെയായിരിക്കും. പക്ഷെ ഒരാളുടെ നിയ്യത്ത് നല്ലതാണ്, അതിനനുസരിച്ചായിരിക്കും. മറ്റേ ആളുടെ നിയ്യത്ത് അതിൽ വൃത്തികേടുകളും തെറ്റുകളും മോശപ്പെട്ട ചിന്തകളും ഉണ്ടെങ്കിൽ, ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതനുസരിച്ചായിരിക്കും. ഒരു മനുഷ്യൻ ചെയ്യുന്ന അവൻ്റെ അമലുകളുടെ അവൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ എന്താണോ എന്ന് തൂക്കി നോക്കാനുള്ള മീസാനാണ് ഒന്നാമത്തത്. വഹദീസു ആയിഷത്ത റളിയല്ലാഹു അൻഹ മീസാനുൽ അമാലിൽ ളാഹിറ, പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് ഇവൻ ചെയ്യുന്ന അമലുകളെ അത് തൂക്കി നോക്കാനുള്ളതാണ് രണ്ടാമത്തെ ഹദീസ്. അപ്പം ഈ രണ്ട് ഹദീസുകളും നാം ചെയ്യുന്ന സൽക്കർമ്മത്തിൽ കൂടെ നമുക്ക് മുന്നേറാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ണിൻ്റെ മുന്നിൽ ഏത് സമയത്തും ഈ ഹദീസുകൾ ഉണ്ടാവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് ഹദീസുകൾ, ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, ഞാൻ ഈ കാര്യം ചെയ്തു, പിന്നിലെ ലക്ഷ്യം എന്താണ്, അതിന് പ്രേരിപ്പിച്ച കാര്യം എന്താണ്. അതേപോലെ നാം ചെയ്യുന്ന ഏത് കാര്യങ്ങൾ, നിസ്കരിക്കാണ്, ഒരാൾക്ക് തോന്നിയതുപോലെ വന്ന് നിസ്കരിച്ചു, പ്രത്യക്ഷത്തിൽ അവൻ്റെ റുക്കൂഇൽ, അവൻ്റെ സുജൂദിൽ, അവൻ്റെ നൃത്തത്തിൽ, കൈ കെട്ടുന്നതിൽ, ആ ഓരോ കാര്യങ്ങളിലുള്ള വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്ന രൂപത്തിലാണോ അത് സ്വീകരിക്കപ്പെടുന്നത്. അതിന് വിരുദ്ധമായി അവന് തോന്നുന്നത് പോലെ ചെയ്തതാണോ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടുന്നത്. മൻ അമില അമലൻ ലൈസ അലൈഹി അമ്രുനാ ഫഹുവ റദ്ദ്, തോന്നുന്നത് പോലെ ദീന്റെ കാര്യങ്ങൾ ഒരാൾക്ക് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനേ പാടും. പിഴവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തണം, പഠിക്കണം, തിരുത്തണം, നന്നാക്കണം. ഇതുപോലത്തെ മഹത്തായ അവസരങ്ങളും സമയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ട് നാം തിരുത്തേണ്ടത് തിരുത്തി, നന്നാക്കേണ്ടത് നന്നാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനോട് യോജിച്ച് കൃത്യമായി ആ പ്രവാചകനെ മാതൃകയാക്കി മുന്നോട്ട് പോവാൻ തയ്യാറാവണം. ഇതാണ് ഈ രണ്ട് ഹദീസിലുള്ളത്. ഫഫീഹിമാ, ഈ രണ്ട് ഹദീസിലുമുണ്ട് അൽ ഇഖ്ലാസു ലിൽ മഅബൂദി വൽ മുതാബഅതു ലിർ റസൂൽ, ആരാധ്യനായ അള്ളാഹുവിനോട് കറകളഞ്ഞ നിലക്കുള്ള ഇബാദത്ത് നിർവഹിക്കണം, അതിലേക്കുള്ള കൽപ്പനയാണ് ഒന്നാമത്തെ ഹദീസ്. ഒരു വഞ്ചനയും ഒരു കള്ളത്തരും ഒരു മായും ചേർക്കാത്ത ശുദ്ധമായ പാല്, തേനി എന്നൊക്കെ പറയലില്ല ആളുകൾ, ശുദ്ധമായത് എന്ന വാക്ക്. എന്നതുപോലെ ചെയ്യുന്ന ഇബാദത്തിൽ ശുദ്ധമായിരിക്കണം, അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ
മുഖ്ലിസീന ലഹുദ്ദീൻ. അതാണ് കൽപ്പന. കറകളഞ്ഞ ഹൃദയത്തിന്റെ ഉടമകളായി അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ഇബാദത്താണ് എന്ന് ഉറപ്പുവരുത്തുക, ഏത് കാര്യങ്ങളാണെങ്കിലും ചെയ്യുന്നത്. അതേപോലെ വൽ മുതാബഅതു ലിർറസൂൽ, ചെയ്യുന്ന കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുക, പ്രവാചകനോട് പിന്തുടരുക, ഏത് കാര്യങ്ങളിലാണെങ്കിലും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ കൊമ്പ് വെക്കുക എന്ന് പറയുന്ന ചികിത്സ നടത്തി. കൊമ്പ് വെക്കുക എന്നുള്ളത്, അങ്ങനെ അത് ചെയ്തതിൻ്റെ ശേഷം ആ ജോലി ചെയ്ത വ്യക്തിക്ക് സ്വർണത്തിൻ്റെ ഒരു നാണയം പ്രതിഫലമായി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്ത സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നു. തെളിവത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്ത സമയത്ത് ഇങ്ങനെ ചെയ്തിരുന്നു. അതാ തെളിവ്. ഏത് കാര്യങ്ങളിൽ പ്രവാചകനെ മാതൃകയാക്കി ചെയ്യുക എന്നുള്ളത്. ഈ പറയുന്ന ഇഖ്ലാസും മുതാബഅത്തും അല്ലദാനിഹുമാ ശർത്തുൽ ലികുല്ലി ഖൗലിൻ വഅമൽ, നാം ചെയ്യുന്ന ആരാധനയായി ചെയ്യുന്ന എല്ലാ വാക്ക് പ്രവർത്തികളും അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ പരിഗണിക്കപ്പെടണമെന്ന് അതിൻ്റെ ഉപാധിയാണ്, ഷർത്താണ്. ഇഖ്ലാസ് വേണം, മുതാബഅത്ത് വേണം എന്നുള്ളത്. ഫഹാദല്ലദി അമലുഹു മഖ്ബൂൽ, ഈ രണ്ട് ഷർത്തും ഉപാധിയും പാലിച്ച് നിർവഹിച്ച അമലുകൾ സ്വീകരിക്കപ്പെടുള്ളൂ, നന്നാകുള്ളൂ, പ്രതിഫലം ലഭിക്കുള്ളൂ. ഈ പറയുന്ന ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ ഈ രണ്ട് ഷർത്തുകളും ഉപാധികളും ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ്റെത് തള്ളപ്പെടുന്നതാണ്. ഇന്നമൽ അമാലു ബിന്നിയാത്തി എന്ന് പറയുന്നിടത്ത് മഅബൂദായ ആരാധ്യനായ അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുന്നതിന് അവൻ്റെ ഉദ്ദേശം ലക്ഷ്യങ്ങളിലും വ്യത്യാസങ്ങൾ മാറ്റങ്ങളുണ്ടായി. ഇതിൻ്റെ മേൽ അറിയിക്കുന്ന ആയത്തുകൾ ധാരാളം ഖുർആനിൽ പല ഭാഗങ്ങളിലും വന്ന് നമുക്ക് കാണാൻ കഴിയും. ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാ, ഒരാൾ അവൻ്റെ മുഖത്തെ അള്ളാഹുവിന് കീഴൊതുക്കി, ഇഖ്ലാസാണ്. വഹുവ മുഹ്സിൻ, അവൻ പ്രവാചകനെ മാതൃകയാക്കും ചെയ്താൽ ഫലഹു അജ്റുഹു ഇൻദ റബ്ബി, അവന് പ്രതിഫലം. ഷർത്ത് പാലിക്കണം, ഉപാധി അത് കൃത്യമായാൽ അവന് പ്രതിഫലം. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടി വരൂല, അവർക്ക് വ്യസനം ഉണ്ടാവില്ല. അവർ ചെയ്ത സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായി സംരക്ഷിക്കപ്പെട്ട് അതിന് പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്യും. ഒന്നാമത് പറഞ്ഞത് നിയ്യത്ത് വേണം എന്ന്. നിയ്യത്ത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മനസ്സിലുള്ള കരുതലാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ഏത് കാര്യങ്ങൾ, ഞാൻ ഈ മൊബൈൽ ഇവിടുന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവും, എൻ്റെ ഉണ്ടാവില്ലേ? നമ്മളിവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ഉദ്ദേശങ്ങൾ അതിലുണ്ടാകും. നിയ്യത്തില്ലാതെ ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ കഴിയൽ അസാധ്യമാണ് എന്നുള്ളത്. ഏത് വിഷയങ്ങളാണെങ്കിലും, കുളിക്കാൻ വേണ്ടി ഒരാൾ അവൻ്റെ ബാത്റൂമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിൽ ഒന്നിരിക്കൽ ശരീരത്തിലാകെ മുഷിഞ്ഞിട്ടുണ്ട്, അഴുക്കൊക്കെ ആയിട്ടുണ്ട്, വിയർപ്പൊക്കെ ആയിട്ടുണ്ട്, ഒന്ന് കഴുകി വൃത്തിയാക്കണം ചിന്ത. അല്ല, കാലാവസ്ഥ ഭയങ്കര ചൂടാണ്, ഒരൽപ്പം വെള്ളം ശരീരത്തിൽ കൂടെയൊക്കെ ഒന്ന് ഒഴിക്കുക, ഒന്ന് തണുപ്പ് കിട്ടാൻ വേണ്ടി ചിന്ത ഉണ്ടാവുക. അല്ല, വലിയ അശുദ്ധിക്കാരനാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ, പോകുന്നതിൻ്റെ മുമ്പ് തന്നെ തോർത്തൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്ത് അവൻ്റെ മനസ്സിലുണ്ടാവും കുളി നിർബന്ധമായ കുളിയാണ്, ജനാബത്തിൻ്റെ കുളിക്കണം. നിയ്യത്ത് വരൂലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ്, നിയ്യത്തുണ്ടാകും. അപ്പം ആ പറയുന്ന ആ നിയ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ശുദ്ധീകരണമാണെങ്കിൽ ഏതാണ്? നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഏത് ഇബാദത്തുകളാണെങ്കിലും നിയ്യത്തില്ലാതെ കഴിയൂല. മൊത്തത്തിൽ നമ്മളൊരു കാര്യം ചെയ്തിട്ട് പിന്നെ ഇന്ന വിഷയം, ഇപ്പോൾ ളുഹർ നിസ്കാരമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ബോധം, നിർബന്ധമായ നോമ്പാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കരുതൽ നമ്മുടെ മനസ്സിൽ, അങ്ങനെ വരും കാര്യങ്ങൾ. കുളിക്കാൻ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 നിലക്കും കുളികൾ ഉണ്ടാകും. ഒരു പക്ഷേ വലിയ അശുദ്ധിക്ക് വേണ്ടിയുള്ള കുളിയുണ്ട്, ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളിയുണ്ടാകും, അഴുക്കും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ വൃത്തിയാക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഈ വകതിരിവോടെ. ദാനധർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായ സക്കാത്താണോ, അതല്ല സുന്നത്തായിട്ടുള്ള ഐച്ഛികമായിട്ടുള്ള ദാനധർമ്മങ്ങളാണോ, ഈ നിലക്ക് നിയ്യത്ത് വേണം ഈ കാര്യങ്ങൾ. അതേപോലെ തന്നെ നിയ്യത്തുൽ മഅമൂലി ലഹു, ആർക്ക് വേണ്ടി, എന്ത് ലക്ഷ്യത്തിനാണിത് ചെയ്യുന്നത്? കൊടുക്കുന്നത് സദഖയാണ്, ദാനധർമ്മമാണ്. ഒരാൾ പറയുന്നത് അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകം അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് നിയ്യത്തത്. മറ്റേയാൾ ഓലൊക്കെ ഇപ്പോൾ പിരിവ് കൊടുത്ത സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഞാൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, കൊടുക്കുന്നത് രണ്ടാളും കാശാണ്, വലത്തെ കൈകൊണ്ടാണ്, നല്ല ഒരു ഭാഗത്തിലേക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആളുകളെ എഴുതി വെക്കുന്നതും പറയുന്നതും ഓഫർ ചെയ്യുന്നതും ഒക്കെ ഒരേപോലെ കാര്യങ്ങളാണ്. ഒരാൾ വിചാരിച്ചു അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നല്ല കാര്യത്തിലേക്കാണ് ഉദ്ദേശം, അവൻ്റെത് ശരിയാണ്. മറ്റേ ആൾ ഇനിയിപ്പോൾ അവരൊക്കെ കൊടുത്ത സ്ഥിതിക്ക് ഞാനിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അവൻ്റെ നിയ്യത്ത് വേറെയാണ്. ഇതേപോലെ വ്യത്യാസങ്ങൾ വരും. അപ്പം മഅമൂലു ലഹു, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ചെയ്തു അതും ഉറപ്പുവരുത്തണം. ഈ 2 കാര്യങ്ങൾ കൃത്യമായി ഉറപ്പുവരുത്തി ഒരാൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ ഇഖ്ലാസ് അത് പൂർണ്ണമായി, അവൻ്റെ നിയ്യത്ത് ശരിയായി. പിന്നെ ആ ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ മാതൃകയുണ്ടോ, തെളിവുണ്ടോ,
ചെയ്യാൻ പറ്റുന്നതാണോ, അതും ഒരാൾ ഉറപ്പുവരുത്തി ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ ശരിയാകും, സ്വീകാര്യയോഗ്യമാകും, പ്രതിഫലാർഹമാകും, അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരവുള്ളതാകും, അംഗീകാരമുള്ളത്. ഈ കാര്യത്തിൽ ഒരാൾക്ക് വീഴ്ചയുണ്ടെങ്കിൽ അവൻ്റെ പ്രവർത്തനം തള്ളപ്പെടുന്നതാണ്, സ്വീകരിക്കപ്പെടുകയില്ല, അള്ളാഹു അംഗീകരിക്കുകയില്ല, നന്നാകുകയില്ല. ഇത് ഇബാദത്തുകളായ കാര്യങ്ങൾ. ഇനി ഒരാൾ നിയ്യത്ത് ശരിയാക്കിയാൽ ദുന്യവിയായി നാം ചെയ്യുന്ന നിത്യ പ്രവർത്തികൾ നമുക്ക് ഇബാദത്തായിട്ട് നേടിയെടുക്കാനും അതിന് പ്രതിഫലം കരസ്ഥമാക്കാനും കഴിയും. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. ഒരാൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ശരീരത്തിന് കുറച്ച് ആശ്വാസം കൊടുത്താലേ എനിക്ക് ഖിയാമുൽ ലൈലിനും എനിക്ക് ഫജ്റിനൊക്കെ ആശ്വാസത്തോടുകൂടി എണീക്കാൻ കഴിയുള്ളൂ. എൻ്റെ നഫ്സിനോട് എനിക്ക് ചില ബാധ്യതകളുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായി അത് കൊടുത്തേ മതിയാകൂ. അള്ളാഹുവിൻ്റെ കൽപ്പന അങ്ങനെയാണ്, റസൂല് പഠിപ്പിച്ചത് അങ്ങനെയാണ്. റസൂൽ ഉറങ്ങലുണ്ടായിരുന്നു, ഖിയാമുൽ ലൈൽ നിസ്കരിക്കലുണ്ടായിരുന്നു. അപ്പം ഈ നല്ല നിയ്യത്തോടുകൂടെ ഒരാൾ ഉറങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഉറക്ക് മുഴുവനും അവന് ഇബാദത്താണ്, പ്രതിഫലാർഹമാണ്. നിയ്യത്ത് കൊണ്ടാണ് അവിടെ മാറ്റം വരുത്തുന്നത്. കണ്ടോ, ഈ നിയ്യത്ത് നല്ല നിയ്യത്തോടുകൂടെ അവന് അത് വലിയൊരു താഴത്തായി സൽക്കർമ്മമായി നേടിയെടുക്കാൻ കഴിയും. അവൻ വിശ്രമിക്കുന്നത്. ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലായ ത്വയ്യിബാത്ത് നമുക്ക് നൽകിയിട്ട് കുലൂ മിന ത്വയ്യിബാത്തി വഅമലു സാലിഹൻ, സൽക്കർമ്മങ്ങൾ ചെയ്തോളി, നല്ലത് നിങ്ങൾ കഴിച്ചോളി. നല്ലത് കഴിക്കുമ്പോഴേ ത്വയ്യിബാത്ത് ചെയ്യാൻ കഴിയുള്ളൂ. ഹറാം ഒരുപാട് വാരിക്കൂട്ടി എന്നുണ്ടെങ്കിൽ അത് കഴിച്ചൊരു വ്യക്തിക്ക് ഒരുപക്ഷെ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവൻ്റെ ശരീരം വഴങ്ങിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഹലാലായ ത്വയ്യിബായത്, മിതമായത്, അള്ളാഹും റസൂലും കൽപ്പിച്ച് പഠിപ്പിച്ച് തന്നതുപോലെ നിർദ്ദേശിച്ചതുപോലെ ചെയ്താൽ അവന് ത്വയ്യിബാത്ത് ചെയ്യാൻ അവൻ്റെ ശരീരം വഴങ്ങിക്കിട്ടും, ഉന്മേഷം ഉണ്ടാകും, ത്വാഖത്തുണ്ടാകും, അത് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും അവനുണ്ടാകും. അപ്പോൾ ആ ഒരു പറയുന്ന നല്ല നിയ്യത്തോടുകൂടി എൻ്റെ ശരീരത്തിനുള്ള ഹക്കുകൾ, ബാധ്യതയാണ്, നിർവഹിക്കേണ്ടതാണ്. ത്വയ്യിബാത്ത് നല്ല കഴിക്കേണ്ടതാണ്. ശരീരത്തിലുള്ള ആഫിയത്തും ആരോഗ്യം നിലനിർത്താൻ ആവശ്യമാണ്. എന്നാലേ എനിക്ക് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനും സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും കഴിയുള്ളൂ. നല്ല നിയ്യത്തോടുകൂടെ ഭക്ഷണം കഴിച്ചാൽ, രുചികരമായ ഉപസമൃദ്ധമായ ഭക്ഷണം കഴിച്ചാൽ അവന് സൽക്കർമ്മം ആ നിയ്യത്തിനനുസരിച്ച് പ്രതിഫലമാണ്, അവനത് പ്രതിഫലമാണ്. നിത്യ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഇതുപോലത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരും ഉലമാക്കൾ പറയലുണ്ട്, അശ്രദ്ധരായ ആളുകൾ ഇബാദത്ത് നിർവഹിച്ചാലും അത് നിത്യ ജീവിതത്തിലുള്ള ഓരോ വെറും വാക്കുകൾ, വെറും പ്രവൃത്തികളായി പോകും. അശ്രദ്ധയോടെ ചെയ്താൽ, നിയ്യത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ട് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യും പോലെ എന്ന് പറഞ്ഞാൽ അവർ ഇബാദത്തായിരിക്കും നിർവഹിച്ചിട്ടുണ്ടാകുക, പക്ഷെ അതും ആദത്തായിട്ട് വെറും പണിയായിട്ട് പോകും. നേരെ മറിച്ച് ശ്രദ്ധയോടെ സാധാ ആദത്തായ നിത്യപതിവിൽ ചെയ്യുന്ന കാര്യങ്ങളും ഒരാൾ ശ്രദ്ധയോടെ അതിൻ്റെ നിയ്യത്തും ഉദ്ദേശ ലക്ഷ്യങ്ങളും കാര്യം ശ്രദ്ധിച്ച് ചെയ്താൽ അത് ത്വാഅത്തായിട്ട്, ഇബാദത്തായിട്ട് ലഭിക്കാനും കഴിയും. അവൻ്റെ ജീവിതം മുഴുവനും ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിയ്യത്ത് കൊണ്ട് എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ നിസ്കാരം, എൻ്റെ മറ്റുള്ള ത്വാഅത്തും, എൻ്റെ അറിവും, എൻ്റെ ജീവിതം മരണം മുഴുവനും അള്ളാഹുവിനാണ്. നമ്മുടെ നിയ്യത്തുകൾ കൊണ്ട് നമുക്കങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താനും മുന്നേറാനും കഴിയും. ദുന്യവിയായി നമ്മൾ ചെയ്യുന്ന ഇടപാടുകളും കാര്യങ്ങളൊക്കെ ഈ നിയ്യത്തിനനുസരിച്ച്, നല്ല നിയ്യത്താണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെതായ മഹത്വം, അതിൻ്റെ ഫലം, ശ്രേഷ്ഠത, പദവികൾ നമുക്ക് ലഭിക്കും. മഅമൂലുലഹു, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ചില ആളുകൾ നമ്മൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ കാണിക്കാനോ മറ്റുള്ളവരെ കേൾപ്പിക്കാനോ മറ്റുള്ള ഭൗതികമായ എന്തെങ്കിലും ബഹുമാനാദരവ് നേടാനോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരുടെ ലക്ഷ്യം മാറി. അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിക്കുക എന്ന് പറയുന്ന, അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിക്കുക എന്ന് പറയുന്ന, അള്ളാഹുവിലേക്കുള്ള സമീപ്യം കരസ്ഥമാക്കുക എന്ന് പറയുന്ന ആ ലക്ഷ്യം മാറിയാൽ അവരുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയില്ല, അതവരിലേക്ക് തള്ളപ്പെടും. അതിനനുസരിച്ച് അവർക്ക് ശിക്ഷകളും അള്ളാഹുവിൻ്റെ വെറുപ്പുകളുമാണ് പിന്നീട് ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പൊ ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, ഈ ആദ്യം പറഞ്ഞ ഹദീസും രണ്ടാമത് പറഞ്ഞ ഈ ഹദീസും, ഒന്നാമത് പറഞ്ഞ ഹദീസിന്റെ കാര്യം ഇന്നമൽ അമാലു ബിന്നിയ്യാത്ത്, രണ്ടാമത് പറഞ്ഞ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വന്ന ഒന്ന് രണ്ട് റിവായത്തുകളിൽ കൂടെ വിഭിന്നമായ വാക്കുകളുണ്ട്. ആശയം, ആദർശം ഒന്ന് തന്നെയാണ്. അതിൽ കൃത്യമായി പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ കൽപ്പനയില്ലാതെ ഒരാൾ ദീനാണ് എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്താൽ അത് തള്ളപ്പെടും. അതല്ലെങ്കിൽ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാതെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടും. അതിൽ പുതിയതായിട്ട് ദീനിൽ കൊണ്ടുവന്നു തള്ളപ്പെടുന്നു.
ഈ പറയുന്ന ഹദീസിന് പണ്ഡിതന്മാർ പറയുന്ന അൽ മന്തൂഖ് വൽ മഫ്ഹൂം എന്ന്, അഥവാ നേരെ ഈ വാക്കിൽ നിന്ന്, പ്രവാചകൻ പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂലിന് മാതൃകയില്ലാതെ തെളിവില്ലാതെ ഒരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞ് ചെയ്യാൻ നിൽക്കരുത്. വിശ്വാസപരമായ കാര്യങ്ങളാണെങ്കിലും അമല് ഇബാദത്തുകളാണെങ്കിലും വാക്കുകളാണെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പിന്നെ അതിൽ നിന്ന് മനസ്സിലായ ഒരാശയുണ്ട്, അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു ആശയം, ആ ആശയം ഫഇന്ന മൻ അമില അമലൻ അലൈഹി അംറുല്ലാഹി വറസൂലു, അള്ളാഹുവിൻ്റെയും റസൂലിൽ നിന്നുള്ള കൃത്യമായ തെളിവും മാർഗനിർദ്ദേശങ്ങളും ഉള്ള ഒരു പണി അപ്പോൾ ഒരാൾ ചെയ്താലോ, റസൂലിൻ്റെ കൽപ്പന ഇല്ലാതെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അത് തള്ളപ്പെടും. അത് നമുക്ക് വളരെ വ്യക്തമായി ആ വാക്കിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ആശയുണ്ട്. ആശയം എന്താ? അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഭാഗത്തിൽ നിന്നുള്ള കൽപ്പനയും നിർദ്ദേശവും ഉള്ള ഒരു കാര്യം ഒരാൾ ചെയ്താൽ അവൻ്റെ കാര്യം അള്ളാഹു തആല, ആ പറയുന്ന പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു അത് അംഗീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹിക്കുന്ന പ്രതിഫലങ്ങൾ ഒരാൾക്ക് നൽകും ചെയ്യും. അതാണ് ഫഇന്ന മൻ അമില അമലൻ അലൈഹി അംറുല്ലാഹി വറസൂലി, അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനയുള്ള ഒരു കാര്യം ഒരാൾ ചെയ്താൽ അതെങ്ങനെ ചെയ്യണ്ടേ? അള്ളാഹുവിനും റസൂലിന് കൽപ്പനയുള്ള നിലക്കൊരു കാര്യം ചെയ്യലെങ്ങനെ? വഹുവ അത്തഅബ്ബുദു ലില്ലാഹി ബിൽ അഖായിദി സ്വഹീഹ, ശരിയായ വിശ്വാസം സ്വീകരിച്ചവനായിട്ട് അള്ളാഹുവിനെ ആരാധിക്കുക. അവൻ്റെ തൗഹീദ് ക്ലിയറാണ്, അവൻ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശ്വസിച്ച ആളാണ്. അള്ളാഹുവിൻ്റെ തൗഹീദുർ റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അള്ളാഹുവിൻ്റെ അസ്മാഉ സിഫാത്തിലും വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങളിലൊക്കെ അവൻ ശരിയായ വിശ്വാസമുള്ള ആളാണ്. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് മനസ്സിലാക്കി അറിയിച്ച് തന്നതനുസരിച്ച് സൽക്കർമ്മങ്ങളും ചെയ്താൽ ഫഅമലുഹു മഖ്ബൂലുൻ വസഅയുഹു മഷ്കൂറുൻ, അവൻ്റെ ആ പ്രവർത്തനം സ്വീകരിക്കപ്പെടും, അവൻ്റെ അധ്വാനത്തിന് അള്ളാഹുവിൽ നന്ദിയുണ്ടാകും, അതിനനുസരിച്ച് അവന് ബഹുമാനം ആദരവും ലഭിക്കും ചെയ്യും. നേരെ മറിച്ച് ശരിയായ വിശ്വാസമില്ലാതെ പ്രവാചകനിൽ നിന്ന് വ്യക്തമായ മാർഗനിർദ്ദേശമില്ലാതെ ഒരു കാര്യം ഒരാൾ ചെയ്താൽ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവൻ്റെ ശരീരത്തിന് ഒരുപാട് അവൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അവൻ്റെ ആ പ്രവർത്തനങ്ങൾ മുഴുവനും വെറുതെയായി പോകും, ഒരു ഫലവുമില്ലാത്തതായി പോകുമെന്ന് മാത്രമല്ല, ഒരു പക്ഷേ അതിൻ്റെ പേരിൽ അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷക്ക് അവൻ വിധേയനാവുകയും ചെയ്യും. ബിദ്അത്തും ളലാലത്തുകളും വഴികേടുകളും ചെയ്തു അറിഞ്ഞുകൊണ്ട് അത് തെറ്റാണ് എന്നവനോട് പറഞ്ഞിട്ട് പോലും അവൻ തിരുത്താതെ പോയാൽ അതിൻ്റെ പേര് അള്ളാഹുവിൻ്റെ വെറുപ്പും ശാപവും അതിൻ്റെ പേരിലുള്ള ശിക്ഷയും അവൻ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരും. ഈ രണ്ട് ഹദീസുകളും ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി കുറച്ചുകൂടി ഭംഗിയായ നിലക്ക് ഇത് അവതരിപ്പിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങി കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ അദ്ദേഹം ഇത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഖാല ബഅദു സലഫ് മാ മിൻ ഫിഅലത്തിൻ, അടിമ ചെയ്യുന്ന ഏത് പ്രവൃത്തി, വാക്കോ പ്രവൃത്തിയോ വിശ്വാസമത്വത്തിൽപ്പെട്ട ഏതാണെങ്കിലും, വ ഇൻ സഗുറത്ത്, അത് അവൻ്റെ കാഴ്ചയിൽ എത്ര ചെറുതാണെങ്കിൽ പോലും, ഇല്ലാ യുൻശറു ലഹാ ദീവാനാൻ, രണ്ട് പേപ്പറുകൾ അതില്ലെങ്കിൽ രണ്ട് ചോദ്യം ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് അവനിലേക്ക് ചോദിക്കപ്പെടും. ഏത് കാര്യങ്ങൾ, വാക്കോ പ്രവൃത്തിയോ വിശ്വാസോ എന്ത് തന്നെയാണെങ്കിലും ഒരടിമയിൽ നിന്നുണ്ടാകുന്ന ഏത് കാര്യങ്ങളാണെങ്കിലും രണ്ട് ചോദ്യങ്ങളാണ്. ലിമ വ കൈഫ്, ലിമ വ കൈഫ്, ഇതാണ് ഈ രണ്ട് ഹദീസിന്റെ ആകത്തുകയാണ് ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറഞ്ഞത്. എന്തിനു വേണ്ടിയാണ് ചെയ്തത്, ഇത് ചെയ്യാൻ നിനക്കുള്ള പ്രേരണ എന്താണ്, നിന്റെ ലക്ഷ്യം എന്താണ്, വ കൈഫ, എങ്ങനെയാണിത് ചെയ്തത്. ഈ കാര്യം ചെയ്യാനും പറയാനും ഇത് നിർവഹിക്കാൻ അള്ളാഹുവിൻ്റെ റസൂല് കൃത്യമായി നിനക്ക് വിവരം നൽകി, ഇപ്രകാരം ചെയ്യണം, ഇന്നതുപോലെ നിസ്കാരാണെങ്കിൽ ഹജ്ജാണെങ്കിൽ ഓരോ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചു തന്നതാണ്. കൈഫ ഫഅൽത, എങ്ങനെ നീ നിസ്കരിച്ചു, കൈഫ സുംത്, നീ എങ്ങനെ നോമ്പനുഷ്ഠിച്ചു, കൈഫ ഹജജത്, നീ എങ്ങനെ ഹജ്ജ് നിർവഹിച്ചു. ഈ രണ്ട് ചോദ്യങ്ങൾ അത് നമുക്ക് നമ്മോട് ചോദിക്കാം, മറ്റ് നമ്മളിലേക്ക് ഈ രണ്ട് ചോദ്യങ്ങളുണ്ട് എന്ന് നമ്മൾ അത് മനസ്സിലാക്കുമാണ്. ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണിത് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച പ്രേരണ എന്താണ്, നിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താ, നിയ്യത്തിന്റെ വിഷയം.
എങ്ങനെയാണ് ഈ കാര്യം നീ ചെയ്തത്? പ്രവാചകൻ മാതൃകയുണ്ടോ? ഇതിന് തെളിവുണ്ടോ? അള്ളാഹുവിന്റെ റസൂൽ ഇതിങ്ങനെ പറയുകയോ പഠിപ്പിക്കുകയോ കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾ. ലിമ ഫഅൽത, എന്തിനു വേണ്ടി നീ ചെയ്തു? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്, അള്ളാഹുവിലേക്കുള്ള അടുപ്പം പ്രതീക്ഷിച്ച്, അവന്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടാണോ? അൽഹംദുലില്ലാഹ്, നല്ല നിയ്യത്താണ്. അല്ല ഭൗതികമായ ആളുകളൊക്കെ ഒന്ന് കണ്ട് ആളുകളെടുത്തൊരു അംഗീകാരം കിട്ടാൻ, ഭൗതികമായ എന്തെങ്കിലും നേടാൻ, സാമ്പത്തികമായ ദുന്യവിയ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട്, പേരും പ്രശംസയ്ക്ക് വേണ്ടി, എന്താണ് എൻ്റെ ലക്ഷ്യം? അതല്ലെങ്കിൽ നോമ്പനുഷ്ഠിച്ച് ശരീരത്തിനൊക്കെ കുറച്ച് സ്റ്റാമിന കിട്ടാൻ നിയ്യത്തുകൾ മാറാൻ സാധ്യതയുണ്ട്. അവിടേക്ക് റമദാനൊക്കെ ആയതുകൊണ്ട് എന്ത് നിയ്യത്തുകളാണെങ്കിലും ലിമ ഫഅൽത വകൈഫ ഫഅൽത, എങ്ങനെയാണ് നിർവഹിച്ചത്? ആര് കാണിച്ചു തന്നതുപോലെ, ആര് പഠിപ്പിച്ചു തന്നതുപോലെ, ആരക മാതൃകയാക്കിയിട്ട്. ഫൽ അവൽ, ഒന്നാമത്തെ ചോദ്യം ലിമ എന്ന് പറയുന്നത് സുആലുൻ അൻ ഇല്ലത്തിൽ ഫിഅലി വബാഇസിഹി വദാഇ, ഈ കാര്യം ചെയ്യാനുള്ള കാരണം, അതിനെ പ്രേരിപ്പിച്ചത്, അതിലേക്ക് ക്ഷണിച്ചത് എന്താണ്? ഹൽ ഹുവ ഹല്ലുൻ ആജിലുൻ മിൻ ഹുലൂലിൽ ആമിൽ, ഈ ചെയ്യുന്ന വ്യക്തിക്ക് ദുനിയാവിൽ പെട്ടെന്ന് കിട്ടുന്ന എന്തെങ്കിലും താല്പര്യങ്ങളാണോ? വഗറദുൻ മിൻ അഗ്റാദി ദുനിയ, ദുനിയാവിൽപ്പെട്ട ഏതെങ്കിലും വിഭവങ്ങളാണോ? ഫീ മഹബ്ബത്തിൽ മദ്ഹി മിനന്നാസി, മനുഷ്യന്മാർ പ്രശംസിക്കുക, അതല്ലെങ്കിൽ ആളുകൾ കുറ്റപ്പെടുത്തുമെന്നുള്ള പേടിയോ? പള്ളിയിൽ ജമാഅത്തിന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ, ദാനധർമ്മം ചെയ്യുന്നിടത്തിന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ആള് ഈ പറയുന്ന പേടിയോ? അവിസ്തിജ്ലാബു മെഹബൂബിൻ ആജിൽ, അതല്ല ദുന്യവിയായ എന്തെങ്കിലും അവന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടിയെടുക്കലോ? ഔദഫഇ മക്റൂഹിൻ ആജിൽ, അല്ല ദുന്യവിൽ പേടിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഒഴിവാക്കലോ? ഈ ലക്ഷ്യങ്ങളാണോ? ഇതാ ആദ്യത്തെ ചോദ്യം. അമൽ ബാഇസു അലൽ ഫിഅലി അൽ ഖിയാമു ബിഹഖിൽ ഉബൂദിയ, അതല്ല നീ ഇത് ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത്, അടിമയാണ് നീ, അടിമകളായ നമുക്ക് ഉടമയായ അള്ളാഹുവിനോട് ചില ബാധ്യതകളുണ്ട്, അത് നിർവഹിക്കുകയാണ്. റമദാൻ മാസം 30 ദിവസം അതിൽ 29 ദിവസം ഈ മാസം പൂർണ്ണമായിട്ട് പകൽ സമയങ്ങൾ അന്നപാനീയങ്ങളിൽ നിന്നും നോമ്പ് മുറിക്കുന്ന കാര്യം മാറി നിന്നേ മതിയാകൂ. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ കൽപ്പന അതായതുകൊണ്ട്, ഞാൻ അവൻ്റെ അടിമയായതുകൊണ്ട്, അവൻ്റെ നിർദ്ദേശം ഇതായതുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പഠിപ്പിച്ചു തന്നതുകൊണ്ട്. ഉദ്ദേശം അതാണോ? അങ്ങനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിന്റെ ഇഷ്ടവും അള്ളാഹുവിന്റെ സാമീപ്യവും കരസ്ഥമാക്കലാണോ? വബ്തിഗാഇൽ വസീലത്തി ഇലൈഹി, അള്ളാഹുവിലേക്ക് ചെന്നു ചേരാൻ എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കലാണോ? അവന്റെ പ്രതിഫലമാണോ? അൽഹംദുലില്ലാഹ്, നല്ല നിയ്യത്താണ്, അതിനനുസരിച്ച് പരിഗണനയുണ്ടാകും. വമഹല്ലു ഹാദ സുആൽ, ഈ പറയുന്ന ചോദ്യത്തിന്റെ സ്ഥാനം അന്നഹു ഹൽ കാന അലൈക അൻ തഫഅല ഹാദൽ ഫിഅല ലിമൗലാക്, അല്ലാഹുവിന് വേണ്ടിയാണോ നീ ചെയ്തത്? അതല്ല അം ഫഅൽതഹു ലിഹള്ളിക വഹവാക, നിന്റെ ദേഹയിച്ഛക്കും നിന്റെ ലക്ഷ്യങ്ങളും താല്പര്യങ്ങൾക്കനുസരിച്ചാണോ എന്ന്. അതാണ് ആ ചോദ്യം. നമുക്ക് നമ്മോട് ചോദിക്കാം. ആ പറയുന്ന ചോദ്യം നമ്മളിലേക്ക് ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ചോദിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് വേണം. രണ്ടാമത്തെ ചോദ്യം സുആലുൻ അൻ മുതാബഅത്തി റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫീ ദാലിക തഅബ്ബുദ്, ആ പറയുന്ന ഇബാദത്തിൽ, ആ അമലിൽ അള്ളാഹുവിന്റെ റസൂലിനെ മാതൃകയാക്കിയിട്ടുണ്ടോ? അതല്ല ഐ ഹൽ കാന ദാലിക്കൽ അമലു മിമ്മ, അള്ളാഹുവിന്റെ റസൂൽ നിനക്ക് പഠിപ്പിച്ചു തന്ന ശർആക്കി നൽകിയതിൽപ്പെട്ടതാണോ? അം കാന അമലൻ ലം ഉശർരിഉഹു വലം അർളഹ്, അള്ളാഹു ചോദിക്കുക, ഞാൻ തൃപ്തിപ്പെടി, ഇങ്ങനെ നിങ്ങൾക്ക് ശർഉം ദീനുമാക്കാത്തൊരു പണി നിങ്ങൾ ഇഷ്ടത്തിന് നല്ലതാണ്, എവിടെയെങ്കിലും കേട്ടിട്ട് നല്ലതാണ്, അങ്ങനെ ചെയ്തതാണോ? ഫൽസുആലുൽ അവ്വലു അനിൽ ഇഖ്ലാസ്, എന്തിനു വേണ്ടി ചെയ്തു എന്ന് പറയുന്ന പ്രേരണ എന്താണോ അതാണ് ഇഖ്ലാസ്, കൃത്യമാണോ എന്നുള്ളത്. വസ്താനി, എങ്ങനെ ചെയ്തു എന്നുള്ള ആ ചോദ്യം പ്രവാചകനെ മാതൃകയാക്കിയോ എന്നുള്ളതാണ്. ഫഇന്നല്ലാഹ സുബ്ഹാനഹു ലാ യഖ്ബലു അമലൻ ഇല്ലാ ബിഹിമ, നാം ചെയ്യുന്ന ഏത് കാര്യങ്ങളും ഈ രണ്ട് ഷർത്തുകൾ, ഉപാധികൾ പാലിക്കാത്ത കാലത്തോളം അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പം നമ്മൾ പരിശോധിക്കണം. ഒരുപാട് ശരീരത്തിനെ കഷ്ടപ്പെടുത്തി, ഒരുപാട് ക്ഷീണിച്ച്, ഒരുപാട് തളർന്ന് കാര്യം കിട്ടാതെ വെറുതെ ആകുക എന്നുള്ളത് ഒരിക്കലും ബുദ്ധിയല്ല. അതുകൊണ്ട് നമ്മളെ കണ്ണിൽ ചെറുതായി വലുതായി, കൂടുതൽ സമയമായി കുറഞ്ഞ സമയമായി, ഏതാണെങ്കിലും ഈ ചെയ്യുന്ന പ്രവൃത്തി ഇഖ്ലാസ് അതിൽ കൃത്യമായിട്ടുണ്ടോ? അതേപോലെ പ്രവാചകന് വ്യക്തമായ മാതൃകയുണ്ടോ? അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് പഠിക്കുക. അറിഞ്ഞ കാര്യങ്ങൾ ഇത്രയും കാലം എന്ത് തന്നെ ചെയ്തതാണെങ്കിലും അത് തെറ്റാണെങ്കിൽ മാറ്റിവെക്കുക, തിരുത്തി ഇതുപോലത്തെ അവസരങ്ങളും സമയങ്ങളും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക. അതുകൊണ്ട്
ഒന്നാമത്തെ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ബിത്തജ്രീദിൽ ഇഖ്ലാസ്, ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസ് കൃത്യമായിരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. വളരെ ഭാരിച്ച ഒരു പണിയാണ് നിഷ്കളങ്കനായി കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. പിശാചി ഇടപെടും, അതിലൊക്കെ വന്നിട്ട് നശിപ്പിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. സലഫുകൾ പലരും പറയുമായിരുന്നു, ഇഖ്ലാസ് അത് കൃത്യമായി ശരിയാക്കാൻ വേണ്ടി വല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. നിയത്ത് നമ്മളെ മനസ്സിൽ വരും, പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി നാം അറിയാതെ പിശാചി ഓരോ ചിന്തകളും കാര്യങ്ങളും കൊണ്ടുവന്നിടും. രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ബിത്തഹ്ഖീഖിൽ മുതാബ, പ്രവാചകനോട് മാതൃകയാക്കുക, ഇത്തിബാ അത് കൃത്യമാക്കുക എന്നുള്ളത്. അതിന് പഠിക്കണം. രണ്ടും കാര്യങ്ങൾ പഠിച്ച് വസലാമത്തുൽ ഖൽബി മിൻ ഇറാദത്തി തആറുൽ ഇഖ്ലാസി വഹവൻ യുആരിദുൽ ഇത്തിബാ, നമ്മുടെ മനസ്സിനെ നാം സുരക്ഷിതമാക്കി സൂക്ഷിക്കുക എന്നുള്ളത്. ഇഖ്ലാസിനോട് വിരുദ്ധമായ ഉദ്ദേശങ്ങൾ, ചിന്തകൾ വരരുത്. പ്രവാചകനോടുള്ള ഇത്തിബായിനോട് വിരുദ്ധമായ ദേഹ ഇച്ഛകളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും കടന്നുകൂടും ചെയ്യരുത്. നിസ്കാരത്തിൽ ഇങ്ങനെ വീഴ്ചയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച റുക്കൂവിനെ പോലെ അല്ല നിങ്ങളെ റുക്കൂ, സുജൂദ് പോലെയല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അത്ര മതി. ഇത്രയും കാലപ്പോ ഒരിക്കലും ആ പറയുന്ന ദേഹ ഇച്ഛ, മനുഷ്യന്റെ ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ ആ സമയത്ത് വിരുദ്ധമായി തടസ്സായി വരെ ചെയ്യരുത്. ഫഹാദിഹി ഹഖീഖത്തു സലാമത്തിൽ ഖൽബ് അല്ലദീ ളുമിനത് ലഹു നജാത്തു വസ്സആദ. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും കൃത്യമായി സൂക്ഷിക്കുക, ശ്രദ്ധിച്ചാൽ ഒരു മനുഷ്യന്റെ മനസ്സിന് സുരക്ഷ ലഭിക്കും. ആ സുരക്ഷ ലഭിച്ചാൽ ഈ ലോകത്തും പരലോകത്തും അവന് രക്ഷയും വിജയവും പ്രതീക്ഷിക്കും ചെയ്യാം. രക്ഷയും വിജയവും പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഈ രണ്ട് ഹദീസുകൾ അതിൻ്റെ ചെറിയ വിശദീകരണങ്ങളോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇന്ന് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുന്നതിനനുസരിച്ച് തുടർന്നുള്ള ദിവസങ്ങളിലും ഇതുപോലെ ചെറിയ ഹദീസുകളും അതിൻ്റെ വിശദീകരണങ്ങളും നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൻ്റെ കാര്യങ്ങൾ ശരിയായ നിലയ്ക്ക് കേട്ട് പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനും ഇതുപോലത്തെ നല്ല സമയങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള വീഴ്ചകളും കാര്യങ്ങളൊക്കെ നന്നാക്കി തിരുത്തി നല്ലൊരു യാത്ര അള്ളാഹുവിലേക്ക് മുന്നിടാനും അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി.